എനിക്ക് ഇന്ന് ഈ നോയമ്പ് കാലത്ത് റിഫ്ലക്ഷന് വേണ്ടി കിട്ടിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിച്ച് നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ റിഫ്ലക്ഷൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ആയിട്ട് നമുക്കിതിനെ തിരിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജ്ഞാനികൾ ശിശുവായ യേശുവിനെ കണ്ടു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഡെയിലി ജീവിത ചര്യകളിലും ചെറുതും വലുതുമായി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജോലികളിലും മറ്റുള്ളവരിലും ഒക്കെ പ്രാർത്ഥനയുടെയും തിരുവചനത്തിന്റെയും സഹായത്താൽ നമുക്ക് ഈശോയെ കാണുവാൻ ഈ നോയമ്പ് കാലത്ത് ദൈവം അനുഗ്രഹം തരട്ടെ എന്നും നമ്മുടെ കുടുംബത്തിൽ അതിനെ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ ഒരു വേദിയായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് കർത്താവിനെ അല്ലെങ്കിൽ ഈശോയെ ശിശുവിനെ അവർ കുമ്പിട്ട് ആരാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണൽ പ്രയർ കൊണ്ടും ഫാമിലി പ്രയർ കൊണ്ടും നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ആയിട്ടും പ്രാർത്ഥനയിൽ ഈ നോയമ്പ് കാലത്ത് നന്നായി വളരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ വീടുകൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആരാധനാലയങ്ങളായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, അതിന്റെ അകത്ത് 3 കിങ്സ് അല്ലെ 3 വൈസ് മെൻ അല്ലെ, അവര് വളരെ ഉന്നതരായിരുന്നു അവര് സമൂഹത്തില്. അവര് ഈശോയെ കാണുവാൻ വന്നപ്പോൾ അവരുടെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യങ്ങളായ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്ന് പറയുന്നുണ്ട്. സോ നമ്മളുടെ ഇന്നത്തെ ജീവിതത്തില് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നാറുള്ളത് സമയവും സഹനവും ക്ഷമയും ഒക്കെയാണ് ഇന്ന് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നാറുള്ളത്. സോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ക്ഷമയോടെ കൂടി ആയിരിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും അതുപോലെ പരസ്പര സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും എല്ലാം ഈ നോയമ്പ് കാലത്ത് ജ്ഞാനികളായ വൈസ്മെനായ അവർ സമർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബവും സമൂഹവും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളും എല്ലാം സമർപ്പിക്കുവാൻ ദൈവം ഈ നോയമ്പ് കാലത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഈ നോയമ്പ് കാലം ഒരു അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.